നോമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും റമദാൻ മാസത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അപ്പൊ അശ്വല് നോമ്പ് നോക്കിയിട്ടുണ്ട് കേട്ടോ. അതിലും കമ്പനിക്ക് കൂടിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അശ്വല് കഴിഞ്ഞ പ്രാവശ്യം 3-4 നോമ്പ് നോക്കിയിട്ടുണ്ട്. അതിന് മുന്നത്തെ പ്രാവശ്യം നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ അശ്വലിന് എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ് നോക്കിയിട്ട്? ക്ഷീണുണ്ടോ? ക്ഷീണല്ലേ? ദാഹിക്കുന്നുണ്ടോ? അശ്വലിന് പിന്നെ അതൊന്നും ഒരു പുത്തിരിയല്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. അശ്വല് ഇങ്ങനെ നോമ്പൊക്കെ പോകും. അതില് പിന്നെയും കുറച്ചൊക്കെ മടിയാണ്. അശ്വല് അപ്പൊ നോമ്പൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും നമ്മള് കാണിക്കുന്നില്ല. അപ്പം കാണിക്കാത്തത് എന്താന്ന് വെച്ചാല് പല ആളുകൾക്കും നമുക്ക് ഒന്നും അതുപോലെ ഒന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പൊ വന്നപ്പോഴേ ചോദിച്ചു വത്തക്ക വാങ്ങിയിട്ടുണ്ടോ എന്നാ ചോദിച്ചു. അപ്പൊ വത്തക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നോമ്പ് 6:30 ആകുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കി വെക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞങ്ങള്. അപ്പൊ അതിന് മുന്നേ ആയിട്ടുള്ള വീഡിയോ എടുത്തതാണ്. അപ്പൊ ഇനി എത്ര നോമ്പ് നോക്കാൻ കഴിയുന്നൊന്നും അറിയില്ല. 30 നോമ്പും കൃത്യമായിട്ട് എടുക്കും. 30 എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അത് പറച്ചില് മാത്രാണോ അല്ലാതെ ആണോ നമുക്ക് കണ്ടറിയാം. അശ്വല് എത്ര നോമ്പ് നോക്കും? ഞാൻ ഫുള്ളായിട്ട് എടുക്കും. അശ്വല് നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വല് ഭയങ്കര ഇതാണ്. അശ്വല് ഇങ്ങനെ പുറകെ നടക്കും. നോമ്പ് നോക്കണം എന്ന് പറഞ്ഞിട്ടാണേ. അപ്പൊ മരുന്നൊക്കെ കഴിക്കണോണ്ട് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ രാവിലെ എഴുന്നേക്കൂല എന്ന് പറഞ്ഞാൽ അവന് എഴുന്നേക്കും. പക്ഷെ ഞാൻ വിളിച്ചുണർത്തൂല. അതാണ് മരുന്ന് കഴിക്കണോണ്ട് അതിന്റെ ക്ഷീണം ഉണ്ടാവും. അല്ലാത്തന്നെ ക്ഷീണത്തിലാണ്. അപ്പം ഭയങ്കര ഡോസുള്ള മരുന്നൊക്കെ ആയതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും അവൻ ഒന്നും കഴിക്കാതെയാണ് ഈ നോമ്പ് മൊത്തം നോക്കണം. ഇന്നലെ വൈകുന്നേരം ഫുഡ് കഴിച്ചതാണ് കേട്ടോ. അപ്പം ഇനി അപ്പത്തേക്ക് ഞങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ.